عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: إنما الدين النصيحة. قالوا لمن؟ قال لله ولرسوله ولأئمة المسلمين وعامتهم. صدق رسول الله صلى الله عليه وسلم. ബഹുമാനമുള്ള സാദാത്തുക്കൾ, മുതഅല്ലിമുകൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വെള്ളം കുറച്ച് ചൂടുവെള്ളമല്ലേ? അതെ. അല്ലാഹ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷരീഫ് റളിയല്ലാഹു അൻഹു അവരുടെ ഉറൂസാണ് ഇവിടെ നടക്കുന്നത്. പ്രധാനമായി എനിക്ക് ഒരു കാര്യം സ്ത്രീകളോട് പറയാനുള്ളത്, സ്ത്രീകൾ ഔലിയാക്കളുടെ ബറക്കത്ത് ഉദ്ദേശിച്ച് വന്നാൽ പോലും നിങ്ങൾക്ക് അന്യ പുരുഷന്മാരുമായി ഇടകലരാൻ പാടില്ലാത്തതാകുന്നു. അതുകൊണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകമായ സ്ഥലം ഏർപ്പെടുത്തിയ ആ ഭാഗത്ത് തന്നെ അവർ പോയി ഇരിക്കേണ്ടതും സംഗതികൾ ശ്രദ്ധിക്കേണ്ടതുമാണെന്ന് സ്ത്രീകളോട് ഞാൻ പറയുന്നു. അവർക്കൊന്നും മലയാളം ശരിക്ക് അറിയണ്ടാവില്ല. പെണ്ണുങ്ങൾ
ഈ മലയാളം കൂടുതൽ കേട്ട് പരിചയമുള്ളവരല്ലല്ലോ, അതുകൊണ്ട് അവർക്ക് മനസ്സിലാവില്ല. ഏതായാലും അത് പുരുഷന്മാർ മനസ്സിലാക്കി കൊടുത്ത് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൂടുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു. മരണപ്പെട്ടതിൻ്റെ ശേഷം മരിച്ചവർക്ക് വേണ്ടി സദഖ ചെയ്യുന്നതും ദുആ ചെയ്യുന്നതും അവർക്ക് പ്രതിഫലം അതുകൊണ്ട് ലഭിക്കും എന്നതിൽ ലോക മുസ്ലിമീങ്ങളിടയിൽ തർക്കമില്ലാത്ത ഒരു മസലയാണ്. പരിശുദ്ധ ഖുർആൻ മയ്യിത്തിന് വേണ്ടി ഓതുമ്പോൾ അവരുടെ അടുക്കൽ വെച്ച് സദസ്സിൽ വെച്ച് ഖുർആൻ ഓതണം. അതല്ലെങ്കിൽ അവരുടെ ഖബറിൻ്റെ അടുത്ത് വെച്ച് ഓതണം. അതുമല്ലെങ്കിൽ ഖുർആൻ ഓതിക്കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പ്രതിഫലം ഈ വ്യക്തിക്ക് കൊടുക്കണമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഈ മൂന്നിൽ ഒരു കാര്യം ഉണ്ടായാൽ മാത്രമേ പ്രതിഫലം കിട്ടുകയുള്ളൂ എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഖബറിൻ്റെ അടുത്ത് വെച്ച് അതുപോലെ മയ്യത്തിൻ്റെ അടുത്ത് വെച്ച് ഓതുന്നത് പോലെ തന്നെ ഏതെങ്കിലും മരിച്ചു പോയ ഒരാളെ നിയ്യത്ത് ചെയ്തുകൊണ്ട് മനസ്സിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതിയാലും പ്രതിഫലം കിട്ടും എന്നാണ് ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം. അപ്പോൾ സിയാറത്ത് ചെയ്താൽ ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് പ്രതിഫലം കിട്ടുകയും അവർ വല്ല നബിയോ വലിയോ ആണെങ്കിൽ അവരിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ഗുണം ലഭിക്കുകയും ചെയ്യും എന്നതിൽ ഉലമാഇനിടയിൽ തർക്കമില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുബ്ബാറും ഔലിയാക്കളെ സിയാറത്ത് ചെയ്യുന്നവർ യഊദു മിൻഹും ഇലൈഹിം മദദുൻ ഉഖറവിയ്യുൻ. ഒരു ലൈറ്റ് കണ്ണാടിയിലേക്ക് അടിച്ചാൽ ആ ലൈറ്റ് ഇങ്ങോട്ട് തിരിച്ചടിക്കുന്നത് പോലെ ഔലിയാക്കളെ സിയാറത്ത് ചെയ്താൽ അവരിൽ നിന്ന് പാരത്രികമായ നന്മ ഈ സിയാറത്ത് ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കും എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് തുഹ്ഫ നോക്കിയാലും കാണാം. അൽ ജൗഹറുൽ മുനല്ലം ഫീ സിയാറത്തുൽ മുഅല്ലം. ഇബ്നു ഹജർ തങ്ങൾ സിയാറത്തിന് വേണ്ടി പ്രത്യേകമായി ഉണ്ടാക്കിയ അൽ ജൗഹറുൽ മുനല്ലം എന്ന കിതാബിലും ഈ കാര്യം നമുക്ക് കാണാവുന്നതാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ സാധാരണ സിയാറത്ത് ചെയ്താൽ
اللهم أوصل ثواب ما قرأته إلى حضرة فلان. ഞാൻ ഓതിയതിൻ്റെ പ്രതിഫലം ഇന്ന ആൾക്ക് കൊടുക്കണം അല്ലാ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. അങ്ങനെ ദുആ ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഖബറിൻ്റെ അടുത്ത് വെച്ച് ഓതണം, അതല്ലെങ്കിൽ മയ്യത്തിൻ്റെ അടുത്ത് വെച്ച് ഓതണം എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത്. അതേ സമയത്ത് ഇമാമുൽ ആളം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞത് അതും വേണ്ട, അങ്ങനെ ദുആ ചെയ്യണമെന്നില്ല, കരുതിയാൽ മാത്രം മതി, അവർക്ക് കൂലി കിട്ടും എന്ന്. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ കൂലി കിട്ടുമോ ഇല്ലയോ എന്നതിൽ ഇമാമുകൾക്കിടയിൽ തർക്കമില്ല. മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാരായണം ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഏതാനും സ്വഹാബികളും അബൂ സലമത്തിൻ്റെ വീട്ടിൽ പോയി ഖുർആനിൽ നിന്നുള്ള ഏതാനും ആയത്തുകൾ ഓതിയതിൻ്റെ ശേഷം അല്ലാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമത്ത വബാരിക് അലാ അഹ്ലിഹി വഅഖ്ലിഫ് ലി അഹ്ലിഹി ഖൈറൻ മിൻഹു. അതായത് മരിച്ച വീട്ടിൽ നമ്മൾ പോയാൽ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന കൂടെ അദ്ദേഹത്തിൻ്റെ മക്കളോ ഭാര്യ ഭർത്താക്കളോ സഹോദരന്മാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ദുആ ചെയ്യേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു മരിച്ച സ്ഥലത്ത് പോയപ്പോൾ ആ ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ അവിടുത്തെ ഭാര്യക്ക് ഈ മരിച്ചുപോയ ഭർത്താവിനേക്കാൾ ഖൈറായ ഒരു ഭർത്താവിനെ കൊടുക്കണം എന്ന് ദുആ ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ദുആ ചെയ്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം എൻ്റെ ഭർത്താവിനേക്കാൾ ഖൈറായ ഒരാളെ ഞാൻ ഇവിടെ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമാണ്. നബി തങ്ങൾ എന്നെ വിവാഹം ചെയ്യുമെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ട് പോലുമില്ല. പിന്നെ ആരാണ് എൻ്റെ ഭർത്താവിനേക്കാൾ ഖൈറായ ഒരു ഭർത്താവിനെ തരണം എന്ന് നബി തങ്ങൾ ദുആ ചെയ്തത് എന്നെനിക്കറിയാതെ ഞാൻ വളരെ സംശയത്തിലായിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ ഓർഡർ വരുന്നു, ഉമ്മു സലമത്തിനെ വിവാഹം ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓർഡർ വരുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂൽ വിവാഹം ചെയ്തു. അപ്പോഴാണ് റസൂലുള്ളാഹി ദുആ ചെയ്തതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹി കൂടാതെ ഒരു വാക്കും സംസാരിച്ചിട്ടില്ല. അവിടുത്തെ വായിലൊന്ന്
ഒരു വാക്ക് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് വഹിയുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ ഉമ്മു സലമത്തിനെ വിവാഹം ചെയ്യണമെന്ന കൽപ്പന അല്ലാഹു തആല കൊടുത്തപ്പോഴാണ് അവിടുന്ന് വിവാഹം ചെയ്യുന്നത്. അതിലേക്ക് സൂചനയായിട്ട് ദുആ ചെയ്യാൻ അല്ലാഹു തആല വഹി അറിയിച്ചത് കൊണ്ടാണ് ഈ ദുആ ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, ഇന്ന് നമ്മുടെ രാജ്യത്ത് ചില പുത്തൻ പ്രസ്ഥാനക്കാർ വന്ന് സിയാറത്തിനെയും ഉറൂസിനെയും എല്ലാം അടക്കി ആക്ഷേപിച്ച് എതിർക്കുകയും പരിശുദ്ധ ഖുർആൻ ഓതുന്നതിനെ വളരെ കൂടുതൽ എതിർക്കുകയും ചെയ്യുന്നു. ഇത് വിവരമില്ലാത്തതിൻ്റെ പേരിലാണ്. മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതലും അവർക്ക് വേണ്ടി ദുആ ചെയ്യലും അവർക്ക് വേണ്ടി ഒരുമിച്ച് കൂടലും അത് ശരീഅത്തിൽ സുന്നത്താണ്. ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വഹാബികളെ സിയാറത്ത് ചെയ്യാൻ കൊല്ലത്തിലൊരിക്കൽ എല്ലാ കൊല്ലവും പൂർത്തിയാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഏതാനും സ്വഹാബികളും പോകാറുണ്ടായിരുന്നു എന്ന് ജാമിഉ സഗീറിലും ജാമിഉൽ കബീറിലും എല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ നമുക്ക് കാണാം. അതാണ് ഞങ്ങളെ നാട്ടിൽ കേരളത്തിലൊക്കെ ആണ്ട് നടത്തുക എന്ന് പറയും. ഉറൂസ് എന്ന് പറയുന്നതിന് പകരം ആണ്ട് കഴിക്കുക, ആണ്ട് നടത്തുക എന്ന് പറയും. ആണ്ട് എന്ന് പറഞ്ഞാൽ കൊല്ലം എന്നാണ് അർത്ഥം. അപ്പോൾ കൊല്ലത്തിലൊരിക്കൽ നടത്തുന്നതിന് ആണ്ട്. ഇവിടെ പിന്നെ വലിയ പരിപാടിയായതുകൊണ്ട് ഓരോ കൊല്ലവും നടത്താൻ സാധിക്കാത്തത് കൊണ്ട് ഈ കമ്മിറ്റിക്കാർ 5 കൊല്ലം കൂടുമ്പോൾ നടത്താൻ തീരുമാനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായിരുന്നാലും മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരെ പോയി സിയാറത്ത് ചെയ്യുക, ഇത് സുന്നത്തായ അമലാണ്. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇമാം അബൂ ഹനീഫ തങ്ങളെ ഹയാത്ത് കാലത്ത് കണ്ടിട്ടില്ല. കാരണം അബൂ ഹനീഫ ഇമാമ് മരണപ്പെട്ടതും ഷാഫി ഇമാമ് ജനിച്ചതും ഒരൊറ്റ ദിവസത്തിലാണ്. അബൂ ഹനീഫ മരിച്ച ആ ദിവസമാണ് ഷാഫി ഇമാമ് ജനിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേർ തമ്മിൽ കണ്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. എന്നാൽ അങ്ങനത്തെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ബഗ്ദാദിലായ കാലത്ത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഇമാമുൽ ആദം അബൂ ഹനീഫിൻ്റെ ഖബർ സിയാറത്തിന് പോകുമായിരുന്നു. എനിക്ക് പ്രത്യേകം വല്ല വിഷമങ്ങളും വരികയോ വല്ല സംശയങ്ങൾ വരികയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ ചെയ്താൽ ഞാൻ ഉടനെ വുളൂ ചെയ്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഇമാം അബൂ ഹനീഫയുടെ ഖബറിൻ്റെ അടുക്കൽ പോയി സിയാറത്ത് ചെയ്യും. ആ സിയാറത്ത് ചെയ്ത് കഴിയുമ്പോഴേക്കും എൻ്റെ വിഷമങ്ങൾക്ക് പരിഹാരം കാണാറുണ്ട് എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി താരീഖ് ബഗ്ദാദ് എന്ന കിതാബിലും താരീഖ് ദിമിഷ്കിലും മറ്റ് പല കിതാബുകളിലും നമുക്ക് കാണാവുന്നതാണ്. ആരാണ് ഇമാം ഷാഫിഈ? സുബ്ഹാനല്ലാഹ്, വലിയ വലിയാണ്, വലിയ ഖുത്ബാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു
അനുപോലും അശ്ശാഫിഇയ്യ ഫസിർതൽ ഹംബലിയ ബിലാ ഹദിരിൻ ലിതഹ്താത ബിൽ ഖൈറൈനി മുഅ്തദിലാ. ഷാഫി ഇമാമിൻ്റെ മദ്ഹബുകാരനായിരുന്നു ആര്? ഖുത്ബുൽ ഖത്താബ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഹംബലി മദ്ഹബുകാരനായി, ആ മദ്ഹബ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളായി. അത് ഒന്നിനെ പിണങ്ങിയിട്ടോ തെറ്റിയിട്ടോ ഒഴിവായതല്ല, രണ്ടും ഇവിടെ നടക്കണമെന്ന് ഉദ്ദേശിച്ചു കൊണ്ടാണ് എന്ന് ഖുത്ബിയ്യത്തിൻ്റെ ബൈത്തിൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഷാഫി ഇമാമിനെ ആരാണ് തഖ്ലീദ് ചെയ്യുന്നത്? ലോകപ്രസിദ്ധനായ ഖുത്ബുൽ അഖ്താബ് അശ്ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി എത്ര വലിയ മഹാനാണ്, എത്ര വലിയ ഖുത്ബാണ്. അവർ പോലും ഷാഫി ഇമാമിനെ തഖ്ലീദ് ചെയ്ത് ഷാഫി ഇമാമ് പറഞ്ഞതുപോലെ നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ഹജ്ജ് നിർവഹിക്കുകയും മറ്റ് അമലുകൾ പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ആളാണ് എങ്കിൽ ആരാണ്? ഷാഫി ഇമാമിൻ്റെ വലിപ്പം കണക്കാക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ല. അങ്ങനത്തെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ ഇമാമിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ എല്ലാ ദിവസവും പോകുമായിരുന്നു എന്ന് പറയുമ്പോൾ സിയാറത്തിൻ്റെ മഹത്വം അത് ചെറുതല്ല, വളരെ വലുതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് നമ്മൾ ഈ ഉറൂസ് കൊണ്ടും ആണ്ടുകൾ കൊണ്ടും നേർച്ചകൾ കൊണ്ടുമെല്ലാം ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ ഇവിടുത്തെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഹനീഫ് ഹാജി പറഞ്ഞത് അവർ എൻ്റെ അടുക്കൽ വന്നപ്പോൾ തന്നെ ഞാൻ അവരോട് ചെയ്ത ചില ഉപദേശങ്ങളെ സംബന്ധിച്ചാണ്. മക്കാമിൽ നിന്ന് കിട്ടുന്ന ഒരു ഉറുപ്പിക പോലും നിങ്ങളെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭൗതികമായ ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കരുത്. നിങ്ങൾ വളരെ ഭയപ്പെടണം, വളരെ സൂക്ഷിക്കണം. ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ശുപാർശ പറയാൻ അള്ളാഹുവിൻ്റെ ഹബീബ് വരണമെങ്കിൽ, ഔലിയാക്കൾ വരണമെങ്കിൽ നാം വളരെ സത്യസന്ധമായി ജീവിക്കണം. ഇതിൽ നിന്ന് ഒരു കാശ് പോലും നിങ്ങൾ പറ്റിപ്പോവുകയോ സ്വന്തം എടുത്തു പോവുകയോ ചെയ്യാൻ പാടില്ല എന്ന് ഉപദേശിച്ചതാണ് നേരത്തെ ഇത് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ മംഗലാപത്തൊക്കെ വന്നാൽ ഒരുപാട് ഭാഷയാണ്. ഒന്ന് ലോകത്ത് എവിടെയില്ലാത്ത ബ്യാരി ഭാഷ, പിന്നെ വേറെ ഒന്ന് കുക്കിണി ഭാഷ, കന്നഡ ഭാഷ, മലയാളം, തുളു, ഇതെല്ലാം കൂടി തുളുമ്പുന്ന ഒരു ഭാഷയാണ്. അപ്പോൾ ഞങ്ങൾക്കാർക്കും വേണ്ടതുപോലെ മനസ്സിലാവില്ല. ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. വളരെയധികം സൂക്ഷിക്കണം. നമ്മുടെ കാരണം കൊണ്ട് ഒരു കാശ് പോലും അള്ളാഹു പൊരുത്തപ്പെടാത്ത വഴിയിലേക്ക് ചെലവഴിക്കപ്പെടാൻ പാടില്ല. അതുപോലെ സ്വന്തമായി എടുക്കാൻ പാടില്ല. നിങ്ങൾ നോക്ക്, മർക്കത്തു സഖാഫത്തി സുന്നിയ എന്നൊരു സ്ഥാപനം നിങ്ങളൊക്കെ ചിലരൊക്കെ വന്ന് കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പാൾ അഹമ്മദ് കുട്ടി സഖാഫി
അള്ളാഹു അദ്ദേഹത്തിൻ്റെ രോഗം മാറ്റിക്കൊടുക്കട്ടെ. ഇവിടെ വന്ന് ദർശൊക്കെ തുടങ്ങിയപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു രോഗം വന്ന് എന്നോടൊരാരോ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞു, അത് സിഹ്ർ അല്ലെങ്കിൽ കണ്ണ് രണ്ടിലൊന്നായിരിക്കും, അത് ചികിത്സ ചെയ്യണമെന്ന്. ആലോചിച്ച് നോക്കുമ്പോൾ അത് സിഹ്റായിട്ടാണ് പിന്നീട് മനസ്സിലായത്. ഏതായിരുന്നാലും അള്ളാഹു തആല അത് ശിഫയാക്കിയിരിക്കുന്നു. ഇനിയും അള്ളാഹു തആല പൂർണ്ണമായി ശിഫ കൊടുക്കട്ടെ. എല്ലാ സാഹചര്യങ്ങളെ സിഹ്റിൽ നിന്നും ചതിയിൽ നിന്നും നമ്മളെ എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞതായി പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം, വഇദാ മരിൽതു ഫഹുവ യശ്ഫീനി, ഞാൻ രോഗിയായാൽ എന്നെ ശിഫയാക്കുന്നവൻ അള്ളാഹുവാണ്. നമുക്ക് രോഗം തരുന്നത് അള്ളാഹുവാണ്. ആ രോഗത്തെ ശിഫയാക്കുന്നവൻ അള്ളാഹുവാണ്. നമുക്ക് വെള്ളം തരുന്നവൻ അള്ളാഹുവാണ്. ഭക്ഷണം തരുന്നവൻ അള്ളാഹുവാണ്. അഖില ലോക ചരാചരങ്ങളെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്തുകൾ സഹോദരങ്ങളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഈ ലൈറ്റ് കിട്ടുന്നതിന് അപേക്ഷ കൊടുത്ത് പാസ്സാക്കിയെടുത്തതാണ് ഈ ലൈറ്റ്. അതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും അപേക്ഷ കൊടുത്ത് പാസ്സാക്കി എടുക്കണം. എങ്കിൽ അല്ലാഹു തആല ചെയ്ത വലിയ നിഅമത്തുകൾ നിങ്ങൾ എണ്ണി നോക്കൂ. ആ നിഅമത്തുകളെ കൂട്ടത്തിൽപ്പെട്ട ഒരു നിഅമത്താണ് ഇവിടെ മുഴുവനും ഓക്സിജൻ കൊണ്ട് നിറക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഓക്സിജൻ ഇല്ലെങ്കിൽ, ഇവിടെ ഹവ, കാറ്റ് ഇത് ഇല്ലെങ്കിൽ ഒരൊറ്റ മനുഷ്യനും ജീവിക്കൂല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കേരളത്തിൽ തിരൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് ഒരു 10-40 മുസ്ലിമീങ്ങളെ പിടിച്ച് ഓരോ ട്രെയിനിൻ്റെ ബോഗിയിൽ ഇട്ടിട്ട് അടച്ചു പൂട്ടി കൊണ്ടുപോയി. വാഗൻ രാജടി എന്ന് പറയും അതിന്. കൊണ്ടുപോയി പാലക്കാട്ടെത്തി നോക്കുമ്പോൾ ഒരൊറ്റ മനുഷ്യനും ജീവനില്ല. ബ്രിട്ടീഷുകാർ ചെയ്തതാണ് അക്കാലത്ത്. എല്ലാ ആളുകളും മരണപ്പെട്ടു പോയി. എന്തുകൊണ്ട്? ഇവിടെ ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനത്തെ ഈ ഓക്സിജൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ പടച്ചു വെച്ചിരിക്കുന്നു. ഇതിന് നിങ്ങൾ കാശ് കൊടുക്കണ്ട, നിങ്ങൾ അപേക്ഷ കൊടുക്കണ്ട. നിങ്ങളൊന്നും ചെയ്യാതെ അല്ലാഹു തആല ആകാശത്തിൻ്റെ ചുവട്ടിൽ മുഴുവനും ഹവാ എന്ന ഈ ഓക്സിജന് പടച്ചു വെച്ചത് കൊണ്ടാണ് മനുഷ്യരിവിടെ ജീവിക്കുന്നത്. നിങ്ങൾക്കറിയുമല്ലോ, രോഗിയായാൽ ഓക്സിജൻ സ്വന്തമായി വലിച്ചെടുക്കാൻ കഴിയാതെ വരുമ്പോൾ ഒരു യന്ത്രം കൊണ്ടുവച്ച് അതിലൂടെ ഓക്സിജൻ മൂക്കിലേക്ക് കയറ്റും. കുറേ കഴിയുമ്പോൾ അതിനും കഴിവില്ലാതെ ആയാൽ യന്ത്രം എടുത്ത് വലിച്ചെറിയുകയും ഈ മനുഷ്യൻ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഒഴിഞ്ഞ സ്ഥലങ്ങൾ മുഴുവനും ഓക്സിജൻ കൊണ്ട് അല്ലാഹു തആല നിറച്ചു വെച്ചത്. ഇത് അപ്ലിക്കേഷൻ നടത്തിയിട്ടല്ല, വയറിങ് നടത്തിയിട്ടല്ല, പൈപ്പിലൂടെ കൊണ്ടുവന്നതല്ല, ഒന്നുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല
മനുഷ്യരായ നമുക്കിവിടെ ജീവിക്കാൻ വേണ്ടി ഓക്സിജൻ പടച്ചു വെച്ചു. പ്ലെയിൻ പറപ്പിക്കുന്ന പൈലറ്റുമാരോട് നിങ്ങൾ ചോദിച്ച് പഠിച്ചാൽ അറിയാം, പൈലറ്റിന് പ്ലെയിൻ ഉയർത്താനുള്ള ഒരു പരിധിയുണ്ട്. ആ പരിധിൻ്റെ അപ്പുറം പ്ലെയിൻ പൊന്തിപ്പോയാൽ അവിടെ ഓക്സിജൻ ഇല്ല, അപ്പോൾ പ്ലെയിൻ വീണു പോകും. അതുപോലെ പറന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ചില കുഴികളുണ്ടാകുമ്പോൾ ആ കുഴിയിൽ ഓക്സിജൻ ഇല്ല, അവിടെ എത്തുമ്പോൾ പ്ലെയിൻ പെട്ടെന്ന് താഴോട്ട് വീണു പോകും. നല്ല കഴിവുള്ള പൈലറ്റുമാരല്ലെങ്കിൽ അപ്പോൾ എല്ലാം തരിപ്പണമായി പോകും. കഴിവുള്ളവർ അതെങ്ങനെയോ മുമ്പോട്ട് കൊണ്ടുപോകും. അങ്ങനെ പ്ലെയിൻ പറക്കാനും മനുഷ്യൻ നടക്കാനും മനുഷ്യൻ ജീവിക്കാനും എല്ലാ ജീവികളും ജീവിക്കാനും അല്ലാഹു തആല ഇവിടെ പടച്ചു വെച്ച ഈ ഓക്സിജന് ഒരു വിലയുമില്ല. അതേ സമയത്ത് മഹാനായ ഖുത്ബുൽ അഖ്താബ് തങ്ങൾ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യ, നിൻ്റെ ജീവിതത്തിൽ സ്വർണം എന്ന സാധനം ഉണ്ട് എന്ന് നീ കേട്ടിട്ടില്ല, നീ കണ്ടിട്ടുമില്ല. എങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ വല്ല തടസ്സവും വരുമോ? ഇല്ല. സ്വർണം ഒരാൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, എന്നാൽ അയാൾ ജീവിച്ച് സുഖമായി ജീവിച്ച് മരിച്ചു പോകും. ഈ ഓക്സിജൻ ഒരു സെക്കൻഡ് അല്ലാഹു തആല ഭൂമിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ലക്ഷോപലക്ഷം ജനങ്ങൾ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മരിച്ചു പോകും. ഈ ഓക്സിജൻ അല്ലാഹു തആല യാതൊരു വിലയും വാങ്ങാതെ നിങ്ങൾക്ക് പടച്ചു തന്നില്ലേ? ഇത് അല്ലാഹു ചെയ്ത നിഅമത്തുകളുടെ കൂട്ടത്തിൽ വലിയ ഒരു നിഅമത്തായി നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുപോലെ വെള്ളത്തിന് വിലയില്ല. ദുനിയാവിലെവിടെയും കാലം വരെ വെള്ളത്തിന് വിലയില്ല ഉള്ളതായി നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ ഈ വെള്ളം ശുദ്ധി ചെയ്ത് ബോട്ടിലാക്കി അടപ്പിട്ട് കൊണ്ട് കൊടുക്കുന്നതിനൊക്കെ കാശ് വാങ്ങും. എന്നല്ലാതെ വെള്ളം എന്നതിന് വില ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വെള്ളം നമുക്ക് വെറുതെ പടച്ചു തന്നു. പക്ഷെ അത് കുഴിച്ചെടുക്കാൻ ചിലവുണ്ടാവും, പൈപ്പിന് ചിലവുണ്ടാവും, കുപ്പി ഉണ്ടാക്കാൻ ചിലവുണ്ടാവും. ഓക്സിജന് അങ്ങനത്തെ ഒരു ചിലവുമില്ല. ആ ചിലവില്ലാതെ ഈ ഓക്സിജൻ ഇപ്പോൾ ഒരൊറ്റ സെക്കൻഡ് അല്ലാഹു തആല എടുത്തു കളയുകയാണെങ്കിൽ ഈ കാണുന്ന നമ്മളെല്ലാം ജീവൻ പോയി പോകും. അല്ലാഹു തആലാൻ്റെ നിഅമത്ത് നിങ്ങൾ നോക്ക്. ഒരു കാശും കൊടുക്കാതെ, ഒരു വിലയും കൊടുക്കാതെ, ഒരധ്വാനവുമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഓക്സിജൻ അല്ലാഹു തആല വെറുതെ പടച്ചു തന്നില്ലേ? അത് എത്ര വലിയ അനുഗ്രഹമാണ്. അലം നജഅൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈൻ. വേറെ സ്ഥലത്ത് അല്ലാഹു ചോദിക്കുന്നു, അല്ലാഹു ചെയ്തു തന്ന നിഅമത്ത്, നിങ്ങൾക്ക് രണ്ട് കണ്ണ് അല്ലാഹു തന്നില്ലേ? നാവിനെ തന്നില്ലേ? നിങ്ങൾക്ക് രണ്ട് ചുണ്ട് തന്നില്ലേ? എത്ര വലിയ നിഅമത്താണ്. ഒരാൾ കണ്ണില്ലാതെ ആയിപ്പോയാൽ സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ്റെ ഹാല് പിന്നെ പറയേണ്ടതില്ല. നിങ്ങളറിയുമോ, ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു ലോകത്ത് അറിയപ്പെട്ട, എല്ലാവരാലും അറിയപ്പെട്ട വലിയ മുഹദ്ദിസാണല്ലോ ഇമാം ബുഖാരി. ആ മഹാനവറുകൾ ചെറിയ കുട്ടിയായപ്പോൾ കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ആ കുട്ടിയുടെ ഉമ്മ രാവും പകലും ഇരുന്ന്
അള്ളാഹുവിനോട് ദുആ ചെയ്ത്, പടച്ചവനെ എൻ്റെ മകൻ്റെ കണ്ണിന് കാഴ്ച തരേണമേ എന്ന് ദുആ ചെയ്തപ്പോൾ ആ ഉമ്മൻ്റെ ദുആക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഇമാം ബുഖാരിക്ക് അല്ലാഹു തആല കാഴ്ച കൊടുത്തു. അതിൻ്റെ ശേഷമാണ് വലിയ മുഹദ്ദിസായി ലോകത്ത് അറിയപ്പെട്ട ഒന്നാമത്തെ മുഹദ്ദിസായി തീർന്നത്. അങ്ങനെ മനുഷ്യന് കണ്ണ് വലിയ അനുഗ്രഹമാണ്. അതുപോലെ ലിസാൻ, നാവ്, അത് വല്ലാത്ത ഒരു ടെസ്റ്ററാണ്. ഒരു ഇലക്ട്രിക്കുകാരൻ അവൻ്റെ കയ്യിലുള്ള ടെസ്റ്ററുമായി പോയി ഒരു സ്ഥലത്ത് വെച്ച് നോക്കിയാൽ കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്നറിയാം. നമ്മുടെ നാവിൻ്റെ സ്ഥിതി നിങ്ങൾ നോക്കൂ. നാവിലേക്ക് ഒരു വെള്ളം അങ്ങ് ഇറ്റിച്ച് കൊടുത്താൽ ഇത് പുളിയുള്ളതാണോ എരിവുള്ളതാണോ, കയ്പുണ്ടോ ചവർപ്പുണ്ടോ മധുരമുണ്ടോ, ഇതെല്ലാം ഈ നാവ് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ ഒരൊറ്റ തുള്ളി വെള്ളം നാവിൽ കീറ്റി വീണാൽ അത് കയ്പോ മധുരമോ പുളിയോ എരിവോ അല്ലേ എന്നുള്ള തണുപ്പോ ചൂടോ ഇതെല്ലാം ഈ നാവ് നമുക്ക് പറഞ്ഞു തരുന്നു. എന്തൊരു ടെസ്റ്ററാണ് ഈ നാവ്. മാത്രമല്ല, വല്ല ഒരു മുള്ള് എവിടെയെങ്കിലും വായിൽ കുടുങ്ങിയാൽ ഈ നാവ് നടന്ന് തപ്പിപ്പിടിച്ച് നമുക്ക് കാണിച്ചു തരും, ഇന്ന സ്ഥലത്ത് മുള്ളുണ്ട്, അതെടുത്ത് കളയണോ. അങ്ങനെയുള്ള ആ നാവ്, സംസാരിക്കണമെങ്കിൽ നാവ് വേണം, നാവില്ലെങ്കിൽ സംസാരിക്കാനാവില്ല. എന്നാൽ ആ നാവ് മാത്രമുണ്ടായാൽ പോരാ, വശഫത്തൈനി, രണ്ട് ചുണ്ട്. അള്ളാഹു പറയുന്നു, ഒരു നാവുണ്ടായിട്ട് ചുണ്ടില്ലെങ്കിൽ ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചുണ്ട് മുറിഞ്ഞു പോയവർ. ചിറി എന്ന് പറയും ഞങ്ങളെ കേരളത്തിൽ, ചിറി ചുണ്ടിന്. അത് മുറിഞ്ഞു പോയാൽ സംസാരിക്കാൻ കഴിയില്ല. അത് പിന്നെ ഓപ്പറേഷൻ ചെയ്ത് കൂട്ടി വെക്കണം. അപ്പോൾ നമ്മളെ യൂണിവേഴ്സിറ്റിക്കൊക്കെ ആവശ്യം വരുന്നത് അപ്പോഴാണ്. മുറിഞ്ഞു പോയ ചിറി കൂട്ടി തുന്നിക്കൂട്ടി വെക്കുമ്പോഴാണ് സംസാരിക്കാൻ കഴിയുന്നത്. അതിന് മുമ്പ് സംസാരിക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെ അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് അള്ളാഹു തആല ചെയ്തു തന്നത്, എന്നിട്ട് നിങ്ങളെന്താ നിസ്കരിക്കാത്തത്? 5 വക്ത് നിസ്കാരം എന്താ നിങ്ങൾ ഖളാക്കുന്നത്? എന്താണ് നിങ്ങൾ അള്ളാഹു തആലാനെ ഭയപ്പെടാത്തത് എന്നിങ്ങനെ ഖുർആൻ പലപ്പോഴും ചോദിക്കുന്നു. അതുപോലെ ഇന്ന് ചില ആളുകൾ വലിയ ദീനിൻ്റെ പ്രവർത്തകന്മാരായി എന്നിട്ട് ഭീകരപ്രവർത്തനവുമായി നടക്കുന്നവരെ ലോകത്ത് നമ്മൾ കേൾക്കുന്നു. ഇസ്ലാം അങ്ങനെയുള്ള ഒരു ഭീകരതയും തീവ്രതയും അനുവദിച്ചിട്ടില്ല, അതൊരിക്കലും പാടില്ല എന്ന് ശക്തമായി പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലംഫല്ലു മിൻ ഹൗലിക. കുറച്ച് വെള്ളം നോക്കട്ടെ. ടിഷ്യൂ പേപ്പർ. രോഗം മാറിയ ശേഷം പൂർണ്ണമായി മാറിയിട്ടില്ല, മാറി വരുന്നേ ഉള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്.
സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറയുന്നു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. തങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ലോകത്തേക്ക് മുഴുവൻ. അങ്ങനെ റഹ്മത്തായതുകൊണ്ട് ലിൻത ലഹും, ജനങ്ങളോട് തങ്ങൾ മയമായി വിനയമായി ബന്ധപ്പെട്ടു. വലൗ കുന്ത ഫള്ളൻ വലിയൽ കൽബി, അഥവാ തങ്ങൾ ഒരു ഭീകരനോ തീവ്രവാദിയോ ആയിരുന്നു എങ്കിൽ, അങ്ങയുടെ സ്വഭാവം പരുത്ത കടുത്ത സ്വഭാവം ആയിരുന്നുവെങ്കിൽ ലംഫല്ലു മിൻ ഹൗലിക, ജനങ്ങളെല്ലാം തങ്ങളെയും വിട്ടുപോയി കളയുമായി. ഒറ്റക്കുട്ടിന് ഇസ്ലാമിലേക്ക് കിട്ടൂല. ഇസ്ലാമിലേക്ക് വന്നത് അങ്ങയുടെ വിനയം, അങ്ങയുടെ സൽ സ്വഭാവം അതുകൊണ്ട് മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് ഭീകരന്മാരുടെ കൂട്ടത്തിലോ തീവ്രവാദികളുടെ കൂട്ടത്തിലോ നമുക്ക് പെടാൻ യാതൊരു വഴിയുമില്ല. അതൊക്കെ അതിൽ പെട്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഈ സ്കൂളുകളുടെയും കോളേജുകളുടെയും ഒക്കെ മുമ്പിൽ ഉണ്ടാകുന്ന മിക്ക പീടികയിലും കച്ചവടങ്ങളിലും മുട്ടായി മാലകൾ തൂക്കിയിട്ട് കാണാം. അതിൽ ചിലത് ലഹരി പദാർത്ഥങ്ങളാണ്. മദ്യം കഴിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ലഹരി സാധനങ്ങളാണ്. രക്ഷിതാക്കളെ, നിങ്ങളെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളെ മക്കൾ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നുണ്ടോ, ഇത് അവർ പാഴാക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞില്ല, അതിനുള്ളൊരു തന്ത്രമാണ് ഇപ്പോൾ ചിലർ കണ്ടുപിടിച്ചത്. സ്കൂളിൻ്റെ മുമ്പിലെല്ലാം നല്ല ഭംഗിയുള്ള കവറ് മുട്ടായി മാല ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും. കുട്ടികൾ ഉമ്മമാരോട് കാശും വാങ്ങി കൊണ്ടുപോയി ഈ മിഠായി വാങ്ങി കഴിച്ചാൽ അവർ ലഹരി ഉപയോഗിക്കാനുള്ള ആഗ്രഹമുള്ളവരായി വരുന്നു. അങ്ങനത്തെ സാധനങ്ങളൊന്നും കച്ചവടം നടക്കുകയാണ്. ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ കുട്ടികൾ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നതില്ലെന്നും, അതുപോലെ അവസാനം കള്ളുകുടിയന്മാരായി തോന്നിവാസികളായി വരാതിരിക്കാൻ നാം ഉത്സാഹിക്കണമെന്നും ശ്രദ്ധിക്കണമെന്നും പ്രത്യേക നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയത്തിലും ആദർശത്തിലും അടിയുറച്ച് നിന്നുകൊണ്ട് എല്ലാവരും ദീനിൻ്റെ രംഗത്ത് പ്രവർത്തനത്തിന് വരണം. ബഹുമാനപ്പെട്ട താജുൽ ഉലമ നവ്വറല്ലാഹു മർക്കദഹു തൻ്റെ ചെറിയ വയസ്സുള്ള കാലം മുതൽ 60-60 കൊല്ലം ഈ ഉള്ളാളത്ത് വന്ന് താമസിച്ചു. അന്ന് ഇതിൻ്റെ ചുറ്റുഭാഗത്ത് ഉണ്ടാക്കിയ മദ്രസകൾക്കും പള്ളികൾക്കുമെല്ലാം കുറ്റിട്ട് കൊടുക്കുകയും തറട്ട് കൊടുക്കുകയും എല്ലാം ചെയ്ത് അങ്ങനെ പരിസര പ്രദേശത്ത് എല്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾ നിലനിർത്തുന്നതിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമക്ക് വലിയ പങ്കുണ്ടായിരുന്നു. മഹാനവരുടെ മകൻ ഇവിടെ ഖാദിയായി നിശ്ചയിക്കപ്പെട്ടു. ഒരു കൊല്ലം കഴിയുന്നതിന് മുമ്പ് മഹാനവറുകൾ വഫാത്തായി പോയി. ഇപ്പോൾ ആ സയ്യിദ് ഖുറ തങ്ങളുടെ 1ാമത്തെ കൊല്ലമായി വഫാത്തായിട്ട്. അള്ളാഹു തആല അവരെ ദർജനേറ്റി കൊടുക്കട്ടെ. താജുൽ ഉലമൻ്റെ ദർജനെ അള്ളാഹു
ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. സയ്യിദ് ഖുറാ തങ്ങൾക്കും അള്ളാഹു തആല മാപ്പ് ചെയ്ത് കൊടുക്കട്ടെ. അവരുടെ ദർദിനെ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. അവരുടെ ഭാര്യക്കും കുട്ടികൾക്കും എല്ലാം അള്ളാഹു തആല ഐശ്വര്യവും റാഹത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും ആയുസ്സിനെ നീട്ടിത്തരട്ടെ. അർഹമുർ-റഹീമായ അള്ളാഹ് ഞങ്ങൾക്കെല്ലാവർക്കും നല്ല ആഫിയത്തോടുകൂടി ആയുസ്സിനെ നീട്ടിത്തരണേ അള്ളാഹ്. അർഹമുർ-റഹീമേ, ഞങ്ങളെ ആയുസ്സിനെ നീ ഈമാനോടുകൂടി നീട്ടിത്തരണേ അള്ളാഹ്. മരിക്കുന്ന സമയത്ത് കാമിലായ മോമിനുകളായി മരിക്കാൻ നീ തൗഫീഖ് ചെയ്യണം അള്ളാഹ്. ഞങ്ങളുടെ ഈ പ്രവൃത്തികളെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കണം അള്ളാഹ്. ഇവിടെ സയ്യിദ് മദനി ശരീഫ് തങ്ങളുടെ സ്മരണയായി മദനി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ശരീഅത്ത് കോളേജ് നന്നായി നടക്കുന്നു. അതിന് എതിര് നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും എല്ലാ ആയില്യങ്ങളെയും ഹാസിദ്യങ്ങളെയും നീ പരാജയപ്പെടുത്തണേ അള്ളാഹ്. എല്ലാ സിഹ്റിൽ നിന്നും ഞങ്ങളെയും ഈ സ്ഥാപനത്തെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും എല്ലാം നീ രക്ഷപ്പെടുത്തി തരണം അള്ളാഹ്. അള്ളാഹ്, ഞങ്ങളുടെ മുഴുവൻ സ്ഥാപനങ്ങളെയും നീ രക്ഷപ്പെടുത്തി തരണേ അള്ളാഹ്. നിങ്ങളൊക്കെ ഇപ്പോൾ ഏറെപ്പോയ അബ്ദുള്ള കുഞ്ഞി സാഹിബ് ഇവിടെ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് നല്ല അറബി കോളേജും അല്ല യൂണിവേഴ്സിറ്റിയും കോളേജും ഒക്കെ ഉണ്ട്. സുഖമായിട്ട് അവിടെ ഇരിക്കുക. എന്നാലും സാധുക്കളായ നമ്മളെ കൂട്ടത്തിൽ വന്ന് കുറച്ച് സമയം ഇരിക്കാൻ വേണ്ടി അദ്ദേഹം സമയം കണ്ടെത്തി. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ. അതുപോലെ മോനു ഹാജി മെഡിക്കൽ കോളേജൊക്കെ ഉണ്ട്. ഇപ്പോൾ അവിടെ ഇങ്ങനെ പോയി ഇരുന്നാൽ മതി. എന്നാലും നമ്മളെ കൂടെ വന്ന് ഇതിലെല്ലാം ഒത്താശ കാണിച്ച് വരുന്ന ആളുകൾ എല്ലാവരും ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അള്ളാഹു അവർക്കും നമ്മൾക്കും ദീർഘായുസ് പ്രദാനം ചെയ്യുവാറാകട്ടെ. അവസാനം കാമിലായ മുഅ്മിനുകളായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാനിപ്പോഴും ഇങ്ങനെ ആലോചിക്കും, അബ്ദുള്ള കുഞ്ഞിയാദിൻ്റെ ബാപ്പനെ പറ്റി ആലോചിക്കും. പഴയ കാലത്ത്, അതായത് ഏകദേശം ഒരു 50 കൊല്ലമായി എന്ന് തോന്നുന്നു, ഞാനും ബഹുമാനപ്പെട്ട മർഹവും ഹസൻ മുസ്ലിയാർ കാസർഗോഡ് ഖാദിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും SYS പ്രസിഡന്റും സെക്രട്ടറിയായി അധികാരപ്പെടുത്തപ്പെട്ടപ്പോൾ ഒരു പിരിവിന് വന്ന് മംഗലാപുരം ബൈക്ക് പോകാന്നൊരു പിരിവെന്ന് വന്ന് ആദ്യമായി ഏലമ്പയുടെ ഓഫീസിലേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഒരു പുഴൻ്റെ മുകളിൽ വെള്ളത്തിൻ്റെ മേലെ ഒരു ത്രാമ്പ പോലത്തെ ഒരു ഓഫീസാണ്. അതിൻ്റെ ചോട്ടിലൊക്കെ മരമുണ്ട്. പണ്ടേക്കില്ലേ ആരോ ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയാണ്. എല്ലാവരും പറഞ്ഞ് അയാളത്ത് കാലം ഒന്നും കിട്ടൂല, അയാൾ ദേഷ്യം പിടിക്കുന്നതൊക്കെ പലരും പറഞ്ഞിരുന്നെങ്കിലും ഞങ്ങളങ്ങോട്ട് ചെന്ന് പോയി വിവരം പറഞ്ഞപ്പോൾ മൂപ്പരാ കസാൽമെന്ന് ഇറങ്ങി പുറത്തേക്ക് വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ആ കാലത്ത് 5000 ഉറുപ്പിക ഞങ്ങൾക്ക് സംഭാവന തന്ന്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, അള്ളാഹുവിൻ്റെ ഹിദായത്ത് കൊടുക്കപ്പെട്ടവർ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഉറച്ചു നിൽക്കുന്നവർ എപ്പോഴും തൗഫീഖുള്ളവരാണ്. അള്ളാഹു അവരുടെ ആ അമലുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നത്തി
ജമാഅത്തിനെ ശക്തിപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുൽ മശായിഖ് CM വലിയുള്ളാഹി മടവൂർ അവരുടെ ഷെയ്ഖായിരുന്നു ഇവിടെ മറവ ചെയ്യപ്പെട്ട മൊഹീദ്ദീൻ സാഹിബ് എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം ഒരു അറിയപ്പെട്ട ആളല്ല, പുലി എന്നൊക്കെ പല ആളുകൾ വിളിക്കാറുണ്ടായിരുന്നു മൊഹീദ്ദീൻ സാഹിബ്. അത് CM വലിയുള്ളാഹിൻ്റെ ഷെയ്ഖാണ്. അവർ വലിയ വലിയ മഹാനാണ്. അവർ മരിക്കാനായപ്പോൾ ഇവിടെ ഉള്ളാളത്തെത്തി. അല്ലാഹു തആല അവരെയും നമ്മളെയും എല്ലാവരുടെയും ബർക്കത്ത്, അവരുടെ ബർക്കത്തെല്ലാം നമ്മൾക്കെല്ലാം തന്ന് നമ്മളെല്ലാവരെയും റസൂലുള്ളാഹിൻ്റെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ വാപ്പയും ഉമ്മയും പല ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട്. നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ഉമ്മയും വാപ്പയും ഇല്ല. അതുപോലെ അബ്ദുള്ള കുഞ്ചിയാജിയുടെ ഉമ്മയും വാപ്പയും മരണപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ട താജുൽ ഉലമൻ്റെ മൂത്ത മകനാണ് ഈ ഇരിക്കുന്നത്. താജുൽ ഉലമയും അവരുടെ ഭാര്യയായി ഇന്ന് ഇവരെ ഉമ്മയും എല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു തആല അവരെല്ലാവരെയും ദർജനെ ഏറ്റിക്കൊടുക്കട്ടെ. അല്ലാഹു തആല അവരെയും നമ്മളെയും റസൂലുള്ളാഹിൻ്റെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ആഫിയത്തിനെ ഏറ്റിത്തരട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി ആരുണ്ട് പ്രസംഗിക്കാൻ? നമ്മളെ ഹുസൈൻ സഅദി ഉണ്ട് ഇവിടെ. നല്ല വാദന സാറായി പറയും. CM ഇബ്രാഹിം സാഹിബ് പോയോ? ಈಗ ವೇದಿಕೆಯಲ್ಲಿರುವಂತಹ ಪ್ರಮುಖ ವ್ಯಕ್ತಿಗಳಿಗೆ ಸುಲ್ತಾನ್ ಉಲಮರ ಕೈಯಿಂದ ಸನ್ಮಾನ ಮಾಡಲಾಗುವುದು. ವೇದಿയിലുള്ള ചീഫ് ഗസ്റ്റിൻ്റെ ചില ചീഫ് ഗസ്റ്റുകൾക്ക് ബഹുമാനം